പ്രിയ കുട്ടികളെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഇന്ന് ഇന്നലെ നടക്കേണ്ടിയിരുന്ന ക്ലാസ് ആണ് ഇന്ന് എടുക്കുന്നത്. കാലാവസ്ഥ കുറച്ച് മോശമായി, കുറച്ച് പേരൊക്കെ ഇടിയട്ടി മരിച്ചു. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്റെ വീടിനടുത്താണ്. ഒരു അകന്ന ബന്ധമൊക്കെയാണ് അവര്. അപ്പോ അങ്ങനെ മരിച്ചുപോയി. കുട്ടികൾക്ക് പറ്റിയ അബദ്ധം, ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഉയർന്ന സ്ഥലങ്ങളിൽ നിൽക്കാൻ പാടില്ല എന്നാണ്. ഉയരമുള്ള മരങ്ങള്, തുറസ്സായ സ്ഥലങ്ങള്, എവിടെയും നിൽക്കാൻ പാടില്ല. ദൗർഭാഗ്യവശാൽ ആ കുട്ടികൾ എന്ത് ചെയ്തു, ഒരു കുന്നിന്റെ മുകളിൽ കയറി കാഴ്ച കാണുന്ന വ്യൂ പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സാഹസികതയ്ക്ക് പോയി. അങ്ങനെയാണ് അപകടം സംഭവിക്കുന്നത്. അപ്പോ നമ്മളാരും അത്തരത്തില് ഉയർന്ന സ്ഥലങ്ങളില് അപകടം ഈ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് നിൽക്കാൻ പാടില്ല. അത് ശ്രദ്ധിക്കണം. തുറസ്സായ സ്ഥലം, ഉയർന്ന സ്ഥലം, വലിയ മരത്തിന്റെ ചുവട്, ഇങ്ങനെയൊന്നും പോയി നിൽക്കാൻ പാടില്ല. ഇനി നമുക്ക് ദിനാചരണങ്ങളിലേക്ക് വരാം. അതേപോലെ തന്നെ അതോടൊപ്പം ക്വിസ് മത്സരങ്ങളിൽ എങ്ങനെ വിജയിക്കാം, ഈ രണ്ട് ടോപ്പിക്കാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം നമ്മള് ജൂൺ മാസത്തെ ദിനാചരണങ്ങളിലേക്ക് വരാം. ജൂൺ മാസത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ പ്രവേശനോത്സവമൊക്കെ ഉണ്ടാവും. അത് ദിനാചരണം ഒന്നുമില്ല. പക്ഷെ നിങ്ങളോട് അന്ന് പറയും, ആരെങ്കിലും ഒരാൾ ഒരു പാട്ട് പാടൂ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ നമ്മളോട് പാട്ട് പാടാൻ പറഞ്ഞാൽ നമുക്ക് പാട്ട് പാടാൻ കഴിയണം. അപ്പൊ നമ്മളൊരു ചെറിയ പാട്ടൊക്കെ, 4ാം ക്ലാസ് പഠിച്ച പാട്ടായാലും വേണ്ടില്ല, മറ്റു ഏതെങ്കിലും പാട്ടായാലും വേണ്ടില്ല, അവിടെ നമ്മൾ പാടണം. ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു കഥയോ ഒക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ആദ്യമായിട്ട് അവർ വിലയിരുത്തുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഫസ്റ്റ് ചെല്ലുമ്പോൾ നമ്മളെ മനസ്സിൽ നാവിന്റെ തുമ്പത്ത് ഒരു പാട്ടുണ്ടായിരിക്കണം. ഏത് പാട്ടായാലും വേണ്ടില്ല, നാടൻ പാട്ടാവാം, സിനിമാ പാട്ടാവാം, മാപ്പിളപ്പാട്ടാവാം, ഒരു പൊതുവേദിയിൽ അവതരിപ്പിക്കാൻ പറ്റിയ പാട്ട്. നമ്മൾ മദ്രസയിൽ നബിദിനത്തിന് പഠിച്ച പാട്ടൊന്നും പോയി പാടരുത്. അത് നബിദിനത്തിന് പാടി. അപ്പോ അങ്ങനെ ഒരു പാട്ട് നമുക്ക് അവരെ മുന്നിൽ അവതരിപ്പിക്കാൻ പാടും. അതാണ് ഒന്നാമത്തെ ദിവസം നമുക്ക് ഉണ്ടാവുക. അത് നോട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു പാട്ടൊക്കെ പഠിച്ചു വെച്ചു. ഏത് പാട്ടായാലും വേണ്ട. ഇനി മറ്റൊന്ന്, അത് കഴിഞ്ഞ് ജൂൺ 5 പരിസ്ഥിതി ദിനാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു ദിനാചരണം വരിക. ജൂണിൽ 2 ദിനാചരണങ്ങളാണ് സാധാരണ ഉണ്ടാവുക. അതിലൊന്ന് പരിസ്ഥിതി ദിനാണ്. ലോക പരിസ്ഥിതി ദിനാണ് ജൂൺ 5. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, എന്താണ് പരിസ്ഥിതി സന്ദേശം എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓരോ വർഷവും പരിസ്ഥിതി ദിനത്തിന് ഓരോ സന്ദേശം ഉണ്ടാവും, ഓരോ മുദ്രാവാക്യം ഉണ്ടാവും. അപ്പൊ അത് എന്താണ് ഇക്കൊല്ലത്ത് എന്നുള്ളത് ചോദിക്കാൻ സാധ്യത. അത് എല്ലാ കൊല്ലവും നമ്മളത് മനസ്സിലാക്കി വെക്കണം. സംസാരിക്കുന്നത് മൈക്ക് ഓഫ് ആക്കും. എല്ലാ കൊല്ലവും ഇതേപോലെ ഓരോ മോട്ടോ അല്ലെങ്കിൽ ഓരോ ആപ്തവാക്യങ്ങൾ ഉണ്ടാവും. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. പരിസ്ഥിതിയിൽ നിന്ന് പ്രചോദനം നമ്മുടെ കാലാവസ്ഥക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു മോട്ടോ ആണ് ഇക്കൊല്ലുള്ളത്. നമ്മൾ ആ മോട്ടോ നോക്കി പഠിച്ചു വെക്കണം. പിന്നെ നമ്മുടെ പുസ്തകത്തില് മരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. 5, 6, 7 ക്ലാസ്സിലുള്ള പുസ്തകങ്ങൾ, ഈ പുസ്തകങ്ങളൊക്കെ നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഈ ക്ലാസ്സിൽ നിന്നുള്ള പുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അധികം വരിക. നിങ്ങൾ 4ാം ക്ലാസ്സവും വരും. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന ആര്? അത് കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പാമ്പ് എന്നൊക്കെ ചോദിച്ച ചേരയാണ്. അപ്പൊ അങ്ങനെ പലതും വരും. അപ്പൊ നമ്മൾ അവിടെ നമ്മുടെ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ചാണ് ഒന്നാമതായിട്ട് പരിസ്ഥിതി ദിനത്തിനായാലും മറ്റു ദിനങ്ങൾക്കായാലും പഠിക്കേണ്ടത്. രണ്ടാമത് ആനുകാലികം, പത്രവാർത്ത നമ്മൾ നോക്കണം, വായിക്കണം, എഴുതിയെടുക്കുന്നത് ശരിയാക്കണം.
പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേജിൽ വരുന്ന വെണ്ടക്ക അക്ഷരം ആയിക്കൊള്ളണമെന്നില്ല. വിജ്ഞാനപ്രദമായ എന്തെങ്കിലും കാര്യമാവാം. ISRO റോക്കറ്റ് വിക്ഷേപണം നടത്തിയത്, ചൊവ്വയിലേക്കുള്ള പര്യവേഷണം, അങ്ങനെ ISROയുടെ ചെയർമാൻ, ഇങ്ങനെ നമുക്ക് വിജ്ഞാനപരമായ എന്തെങ്കിലും ഉപയോഗമുള്ളതാണ് വേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ ഏതെങ്കിലും ഇപ്പൊ നടക്കുന്ന ചർച്ച, മുഖ്യമന്ത്രി ചർച്ച, ആരാവും മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലുള്ള ചർച്ച, ഇതൊന്നും നമുക്ക് ബാധകമല്ല. അതിനൊന്നും വിവരങ്ങളില്ല. അതിലുള്ള വിവരം നമുക്ക് പറഞ്ഞാൽ ആരാണ് ഗവർണർ, പിന്നെ ആരാണ് മുഖ്യമന്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന വ്യക്തി, തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അല്ലാതെ ആരാ മുഖ്യമന്ത്രി അതൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് വരില്ല. നമ്മൾ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ചുരുക്കത്തിൽ പരിസ്ഥിതി ദിനത്തിൽ വരുന്നത് 5, 6, 7 ക്ലാസ്സിൽ എന്തൊക്കെയാണോ പരിസര പഠന പുസ്തകത്തില് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്, സയൻസിലൊക്കെ ഉണ്ടാവും, ആ വിവരങ്ങളാണ് ചോദിക്കുക. സബ് ജില്ലയിൽ നമ്മൾ പോകുമ്പോഴും പരിസര പഠന ക്വിസിന് വേണ്ടി പോകുമ്പോൾ നമുക്ക് ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക. അപ്പൊ അവിടെ ജയിക്കാനുള്ള മാർഗം ഇത് തന്നെ. എല്ലാ ദിനാചരണങ്ങളും നമ്മൾ റെഡി ആയിരിക്കണം. പിന്നെ നമുക്ക് അവിടെ പോസ്റ്റർ നിർമ്മിക്കാനുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റർ നിർമ്മിക്കാനുണ്ടാവുന്ന ആദ്യം മനസ്സിലാക്കി, അതിന് കുറെ മോഡലുകൾ മൊബൈലിലൊക്കെ നോക്കി മനസ്സിലാക്കി, അതിൽ നിന്ന് ചില വ്യത്യാസപ്പെടുത്തലുകളോടെ, അതല്ലെങ്കിൽ പുതിയ ഈ വർഷത്തെ മോട്ടോ ഒക്കെ ഉൾപ്പെടുത്തി, മോട്ടോ എന്ന് പറയുമ്പോൾ ഒരു ആപ്തവാക്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻസ്പയർഡ് ബൈ നേച്ചർ എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തി ഒരു പുതിയ പോസ്റ്റർ നമ്മൾ ഉണ്ടാക്കണം. ചില സ്ഥലങ്ങളിൽ പ്രസംഗ മത്സരം ഉണ്ടാവലുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മൾ പ്രസംഗം തയ്യാറാക്കാം. നമുക്ക് ഇഷ്ടമുള്ളതാണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പതിപ്പ് ഉണ്ടാക്കാറുണ്ട് ചിലപ്പോൾ. അവിടെയൊക്കെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഈ കണ്ടെത്തലുകൾ, നമ്മുടേതായിട്ടുള്ള വായനയൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ നന്നായിട്ട് അവതരിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഒന്ന് നമ്മുടെ പുസ്തകം തന്നെയാണ്. അതിൽ നിന്ന് തന്നെയാണ് അധിക ചോദ്യങ്ങളും സബ് ജില്ലാ തലത്തിലുള്ള മത്സരത്തിന്, കലാമേളക്കൊക്കെ പോകുമ്പോഴും ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്ത് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് പഠിക്കണം എപ്പോഴും. അതോടനുബന്ധിച്ച് പത്രവാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ വരുന്നു എന്നൊക്കെ നോക്കിയിട്ട് അത് മനസ്സിലാക്കിയേക്കുക. ഇപ്പോ ഏപ്രിൽ 6-ാം തീയതി, കഴിഞ്ഞ ഏപ്രിൽ 6-ാം തീയതി ഒരു കണ്ടുപിടുത്തം നടന്നിട്ടുണ്ട് ആണവ ഊർജവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വിഭവം ഉള്ളത്, തോറിയം ഉള്ളത് നമ്മുടെ കൊല്ലം നീണ്ടകര എന്ന് പറയുന്ന, കൊല്ലം ജില്ലയിൽ നീണ്ടകര എന്ന് പറയുന്ന ഒരു തീരത്താണ്. അപ്പോ 1000 കൊല്ലം ഇന്ത്യക്ക് ഉപയോഗിക്കാനുള്ള കറണ്ട് അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നാണ് ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ. 1000 കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ കുറെ കാലത്തേക്കുണ്ട്, എത്രയോ തലമുറകൾക്ക്, 15 20 തലമുറക്കുള്ളുണ്ട്. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി ജൂൺ മാസത്തില് വരുന്ന മറ്റൊന്നാണ് ലോക സമുദ്ര ദിനം. അത് ജൂൺ 8-ാം തീയതിയാണ്. നമുക്ക് അറിയാവുന്ന വിഷയമാണ്. അത് നമ്മൾ കഴിഞ്ഞ കൊല്ലം ഏത് പാഠത്തിലാണ് പഠിച്ചത്? ഗണിതത്തിന്റെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. സമുദ്രദിനം ഒരു കടലോര സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പോ അതിന്റെ സാധാരണ ആഘോഷങ്ങളൊന്നും സ്കൂളുകളിൽ ഉണ്ടാവാറില്ല. പിന്നെ അത് കഴിഞ്ഞ് അയ്യങ്കാളി ദിനം, അതൊക്കെ വെറുതെ ചോദിച്ചു പോലുള്ളൂ. അയ്യങ്കാളി ദിനം എന്നാണ് എന്ന് പറഞ്ഞ് സാധാരണ അവസ്ഥയിൽ ഏതെങ്കിലും പരിസ്ഥിതി ക്വിസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വിസ് മത്സരങ്ങൾക്ക് ചോദിച്ച് ഒഴിവാകുന്ന ഒരു ചോദ്യമാണ്. അല്ലാതെ ആഘോഷങ്ങളൊന്നും ഉണ്ടാവാറില്ല പൊതുവെ. ഇനി ഇതാണ് വിപുലമായ രീതിയിൽ കഴിഞ്ഞ വർഷമൊക്കെ വായനാ മാസാചരണം ഉണ്ടായിരുന്നു. അതേപോലെ ഈ വർഷം വായനാ ദിനമായിട്ട് ബന്ധപ്പെട്ട് കാര്യമായ പരിപാടികൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്തൊക്കെയാണ് ഐറ്റംസ് നോക്കണം. അതിലൊന്ന് ക്വിസ് മത്സരമായിരിക്കും. അപ്പൊ നമ്മൾ ക്വിസ് മത്സരത്തിന് വേണ്ടി തയ്യാറാവണം. കഴിഞ്ഞ കൊല്ലം കുറെ ചോദ്യങ്ങളൊക്കെ എഴുതാനുണ്ടാവും. അത് ഈ കൊല്ലം അത് തന്നെ വരും. പിന്നെ മറ്റൊന്ന്, ഓരോ വർഷവും വായനാ ദിന സന്ദേശമായിട്ട് പ്രത്യേക ആപ്തവാക്യങ്ങൾ ഉണ്ടാവും. ഓരോ കൊല്ലവും എന്തെങ്കിലുമൊക്കെ പ്രചോദനം ഉൾക്കൊള്ളാൻ വേണ്ടി മുദ്രാവാക്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത്
ഈ കൊല്ലം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ കൊല്ലത്ത് ഞാൻ അറിഞ്ഞിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടുണ്ടാവില്ല. ഏതായാലും അത് മനസ്സിലാക്കണം. പിന്നെ വായനാദിനത്തിന്റെ പ്രസക്തി, അതുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരം ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട് പ്രസംഗം ഉണ്ടാവും. ഇതിലൊക്കെ നമ്മൾ പങ്കെടുക്കണം. ഇതിപ്പോ നമ്മോട് ആരും പങ്കെടുക്കാൻ പറയില്ല എന്നാണ് രസം. LP സ്കൂളിലൊക്കെ ആവുമ്പോ നമ്മള് പിന്നാലെ നടന്ന് ടീച്ചർമാര് പറയും പങ്കെടുക്കണം കേട്ടോ, നീ വാ, നിന്നെക്കൊണ്ട് കഴിയും, വാ വാ എന്നൊക്കെ പറയും. പക്ഷെ UP ഹൈസ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മെ ആരും മൈൻഡ് ചെയ്യില്ല. ആ മൈൻഡ് ചെയ്യാത്ത സ്ഥലത്ത്, ആ ഒരു സ്പേസിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഒരു തലം കണ്ടെത്തണം. നമ്മൾ തന്നെ മുന്നോട്ട് ഇറങ്ങി വന്ന് നമ്മൾ തന്നെ പ്രസംഗിച്ച് നമ്മൾ തന്നെ എഴുതി നമ്മൾ തന്നെ മത്സരത്തിൽ പങ്കെടുത്ത് ജയിക്കണം. വീട്ടിൽ നിന്നായാലും അങ്ങനെ തന്നെ. വീട്ടില് വലിയ രക്ഷിതാക്കള് നമ്മൾ കുറച്ച് വലിയ കുട്ടികളായാല് അങ്ങനെ അധികം ശ്രദ്ധിക്കൂല. കാരണം ചെറിയ കുട്ടികളെ ആ എന്ന് പഠിപ്പിക്കാൻ അതിനേക്കാളും പ്രയാസമാണ് വലിയ വലിയ ക്ലാസ്സിൽ വലിയ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ. അപ്പൊ അതുകൊണ്ട് വീട്ടുകാർക്ക് അതിനെല്ലാം കൂടെ സമയം ഉണ്ടായിക്കോളണം എന്നില്ല. അതുകൊണ്ട് വീട്ടുകാർ പതുക്കെ നമ്മൾ ഇന്ന് പോകും. പിന്നെ നമ്മളും തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ കുറുമ്പ് കാട്ടുമ്പോ വീട്ടുകാർക്ക് ദേഷ്യം വരും. അപ്പൊ അങ്ങനെ വീട്ടുകാർ മാറിക്കും. അപ്പൊ വായനാ ദിനമാണ് അതിന് വരുന്ന ഒരു പ്രധാന ദിനം. ആ വായനാ ദിന പ്രതിജ്ഞ ഉണ്ടാവും. അതേപോലെ PN പണിക്കർ അനുസ്മരണം ഉണ്ടാവും. അദ്ദേഹം ആരായിരുന്നു, എവിടെ ജീവിച്ചു, അദ്ദേഹത്തിന്റെ ചരിത്രം, വായനാ ദിന പതിപ്പുണ്ടാവും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പഠിച്ച് അവതരിപ്പിക്കുകയാണ് വേണ്ടത്. അതാണ് ജൂൺ മാസത്തിൽ സാധാരണ വരുന്ന ദിനാചരണങ്ങൾ. പിന്നെ ജൂലൈയിൽ കാര്യമായിട്ടൊന്നുമില്ല, ഒരു ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനമുണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കാണ്ടാവും, മയക്കുമരുന്ന് വിരുദ്ധം എന്ന് ആയിട്ടുള്ള ഒരു പോസ്റ്റർ ഉണ്ടാക്കാണ്ടാവും. പിന്നെ ആരെങ്കിലുമൊക്കെ സ്കൂളിൽ പ്രധാനപ്പെട്ട ആരെങ്കിലുമൊക്കെ വന്നിട്ട് പ്രസംഗിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതുമായിട്ട് സഹകരിച്ചു പോവുക. എന്നാണ് ലോക മയക്കുമരുന്ന് ദിനം? ജൂൺ 26-ന്. ഇനി അടുത്തത് നമ്മളെ ബഷീർ ദിനമാണ്, ജൂലൈ 5-ന് വരിക. അത് ചില സ്കൂളുകളിലൊക്കെ കാര്യമായിട്ട് ആചരിക്കലുണ്ട്. ബഷീറിന്റെ കഥാപാത്രങ്ങള്, ബഷീർ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. മലയാളം ഐച്ഛിക വിഷയമായി എടുക്കുന്ന കുട്ടികൾക്ക്, ശിവതേ, മലയാളം ഐച്ഛിക വിഷയമായി എടുക്കുന്ന കുട്ടികൾക്ക്, അതായത് അറബി, ഉറുദു, സംസ്കൃതം, പിന്നെ മലയാളം, ഇങ്ങനെ പല ഭാഷകൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും ഈ ബഷീർ ദിനം വായനാ ദിനം കുറച്ച് ഉഷാറായിട്ട് നടത്തേണ്ടി വരും. ആ ബഷീർ ദിനം ബഷീറിന്റെ ചരമദിനമാണ് ഉദ്ദേശിക്കുന്നത്. ബഷീറിന്റെ പ്രധാനപ്പെട്ട കൃതികള്, അദ്ദേഹത്തിന്റെ സംഭാവനകളും ഒക്കെ ഉൾക്കൊള്ളിച്ചാണ് ഇതിൽ വരുന്നത്. പിന്നെ ലോക ജനസംഖ്യാ ദിനം അതൊന്നും ആചരിക്കാറില്ല പൊതുവെ. ചാന്ദ്രദിനം അത് എല്ലാ സ്കൂളുകളിലും കാര്യമായിട്ട് ആചരിക്കുന്ന ഒന്നാണ്. നിങ്ങൾ പോകുന്ന സ്കൂളിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മനുഷ്യൻ ചന്ദ്രന് കാലുകുത്തിയതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു അപ്ഡേറ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു പുതിയ വാഹനം ചന്ദ്രനിൽ പോയി അതിന്റെ ഉപരിതലത്തിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ട്. അതിൽ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ചന്ദ്രന്റെ അടുത്തേക്ക് പോകുന്ന സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച് തിരിച്ചു പോകുന്ന സ്ത്രീയാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം നമ്മൾ. എല്ലാ കൊല്ലവും പഠിക്കുന്ന ചന്ദ്രദിനത്തിൽ പഠിക്കുന്ന ചോദ്യങ്ങൾക്ക് പുറമെ ഇപ്രാവശ്യം അമേരിക്കയുടെ നാസ ബഹിരാകാശ ഏജൻസി അയച്ച ഒരു പേടകമൊക്കെ ഉണ്ട്. അതിന്റെ പേര് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നെ ഹിറോഷിമ ദിനം അത് ചില സ്കൂളുകളിലൊക്കെ കാര്യമായിട്ട് ആചരിക്കാറുണ്ട്. ജപ്പാനിലെ ഹിറോഷിമയിൽ ബോംബിട്ടതുമായിട്ട് ബന്ധപ്പെട്ട, ആറ്റം ബോംബിട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പിന്നെ ക്വിറ്റ് ഇന്ത്യ ദിനം, അതും ആഘോഷം കുറവാണ് പൊതുവെ. കാരണം ആഗസ്റ്റ് വേറെ തന്നെ ആഘോഷം വരാണ്ട്. ക്വിറ്റ് ഇന്ത്യ ദിനം നാഗസാക്കി ദിനം ഒരു ദിവസം തന്നെയാണ് കേട്ടോ. ആഗസ്റ്റ് 12 വിക്രം സാരാഭായ് ജയന്തി അത് ആരും ആഘോഷിക്കില്ല. ഇതാ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട ക്വിസ് മത്സരങ്ങൾ വരും. അപ്പൊ ക്വിസ് മത്സരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പുസ്തകത്തില് നമ്മളെ രാജ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. അതിന് പുറമെ ഇപ്പൊ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരും. ഞങ്ങൾ ആഗസ്റ്റ് 15 ആകുമ്പോൾ മിക്കവാറും ഒന്നുകിൽ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരും,
അല്ലെങ്കിൽ ഇവിടെ അനിശ്ചിതത്വം വരികയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ കേരളത്തെ നേരിട്ട് ഏറ്റെടുത്ത് ഭരണം നടത്തും. എന്തായാലും ഇവിടെ അനിശ്ചിതത്വം ഒന്നും ഉണ്ടാവില്ല, അരാജകത്വം ഒന്നും ഉണ്ടാവില്ല. അത് നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മൾ മറ്റ് സംവിധാനങ്ങൾ വെച്ചിട്ടത് പ്രശ്നമില്ലാത്ത രീതിയിൽ പരിഹരിക്കും. അപ്പോ സ്വാതന്ത്ര്യദിനം നമ്മൾ പഠിക്കണം. അപ്പൊ ആ സമയത്ത് പുതിയ അപ്ഡേറ്റുകൾ നമ്മൾ പഠിച്ചു വെക്കണം. മുഖ്യമന്ത്രിയുടെ പേര് കഴിഞ്ഞ കൊല്ലം വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക പിണറായി വിജയൻ എന്നായിരിക്കും. എന്നാൽ ഇപ്രാവശ്യം പുതിയൊരു പേരായിരിക്കും നിങ്ങൾ പഠിക്കാനുണ്ടാവുക. അതിപ്പോ നിശ്ചയിച്ചിട്ടില്ല ആളെ, അതുകൊണ്ട് എനിക്ക് പേര് പറയാൻ കഴിയില്ല. പിന്നെ പ്രധാനപ്പെട്ട മന്ത്രിമാര്, വിദ്യാഭ്യാസ മന്ത്രി, അങ്ങനെ പല മന്ത്രിമാരുടെ പേരുകൾ നമ്മൾ ഓർത്തു വെക്കണം. പ്രത്യേകിച്ചും നമ്മുടെ ജില്ലയിൽ നിന്ന് മന്ത്രിമാരുണ്ടെങ്കിൽ ഉണ്ടാവും ഉണ്ടെങ്കിൽ അവരുടെ പേരുകൾ അവരേത് മേഖലയിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കണം. ഓക്കെ. ഒരു മന്ത്രിക്ക് തന്നെ പല വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളൊക്കെയും നമ്മൾ എഴുതി വെക്കണം. പത്രത്തിൽ ഈ അടുത്ത ദിവസമായിട്ട് വരും അതൊക്കെ. ആ വാർത്ത നമ്മൾ കറക്റ്റായിട്ട് എടുത്തു വെക്കണം. ഏതൊക്കെ മന്ത്രിമാർക്ക് ഏതൊക്കെയാണ് വകുപ്പുകൾ, കുഞ്ഞാലിക്കുട്ടിക്ക് ഏതൊക്കെ, മറ്റു മന്ത്രിമാർക്ക് എന്തൊക്കെയാണുള്ളത് എഴുതി വെക്കണം. ചെറിയ ചെറിയ വകുപ്പുകളൊക്കെ ഉണ്ടാവും നമ്മൾ കാണാത്ത കേൾക്കാത്തൊക്കെ, അതൊക്കെ നമ്മൾ എഴുതി വെക്കണം. അങ്ങനെ പഠിച്ചണം. അല്ലാതെ ഒരു പെട്ടെന്ന് നിമിഷത്തിൽ നമ്മൾ പോയിട്ട് തപ്പിയാൽ നമുക്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. മന്ത്രിസഭയും അവരുടെ പേരുകളും ഒക്കെ എല്ലാം കിട്ടിക്കൊള്ളണമെന്നില്ല. ലോക നാട്ടറിവ് ദിനം അതൊന്നും പ്രസക്തമായിട്ട് ആചരിക്കാറില്ല. അധ്യാപക ദിനം ചില സ്കൂളുകളിലൊക്കെ അധ്യാപക ദിനം വിപുലമായിട്ട് ആചരിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ടോൾസ്റ്റോയ് ദിനം അത് ചില ക്ലബുകൾ മാത്രമായിട്ടാണ്. ക്ലബിനെ കുറിച്ച് ഞാൻ പറയാൻ കേട്ടോ. ഓസോൺ ദിനം അതും ക്ലബുകൾ കേന്ദ്രീകരിച്ച് മാത്രം ആഘോഷിക്കുന്നതാണ്. വിനോദസഞ്ചാര ദിനം ആചരിക്കാറില്ല. ലോക വൃദ്ധദിനം ഇല്ല. ഗാന്ധി ജയന്തി അത് ചില സ്കൂളുകളില് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ചില ക്വിസ് മത്സരങ്ങളോ ഗാന്ധി വേഷങ്ങളോ ഒക്കെ ധരിക്കാറുണ്ട്. വലിയ സ്കൂളൊക്കെ ആണെങ്കിൽ മഞ്ചേരി ബോയ്സ് പോലെയൊക്കെ ആണെങ്കിൽ അതിനോടനുബന്ധിച്ച് നാടകമൊക്കെ ഉണ്ടാകാറുണ്ട്. ചെറിയ സ്കൂളുകളിൽ ചേർന്ന ആളുകൾക്ക് വേണ്ടി നാടകം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം അവിടെ വലിയ വലിയ കുട്ടികളും കുറെ വലിയ വലിയ പരിപാടികളൊക്കെ ഉണ്ടാകും. നമ്മുടെ ഓഡിയൻസ് ആയിരുന്നാണ്. എന്നാലും ഇനി അത് കഴിഞ്ഞ് ലോക മാനസികാരോഗ്യ ദിനം. ഇതൊക്കെ വേണം ക്വിസ് മത്സരത്തിന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാണ്. വയലാർ ചരമദിനം വേണ്ട. ഹോമി ജെ ബാബ വേണ്ട. കേരളപ്പിറവി ദിനം അത് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു സംഗതിയാണത്. നവംബർ 1 കേരളപ്പിറവി ദിനം. അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളവുമായിട്ട് ബന്ധപ്പെട്ട ചില ക്വിസ് മത്സരങ്ങളോ അല്ലെങ്കിൽ മാപ്പ് വരക്കലോ ഒക്കെ ആയിട്ട് ചെറിയ ഒന്നോ രണ്ടോ മത്സരങ്ങളൊക്കെ ചിലപ്പോ ഉണ്ടാവാറുണ്ട്. സി വി രാമൻ ദിനം അത് സി വി രാമൻ ദിനം എന്നാണ് എന്നുള്ളത് ഗണിതത്തിന്റെ ക്വിസ് മത്സരത്തിന് സി വി രാമൻ അല്ല, അത് വേറെ രാമാനുജൻ. സി വി രാമാനുജൻ കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടാണ്. ശബ്ദം, ആഹ് അതേപോലെ ലൈറ്റ് വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്നു. നെഹ്റു നവംബർ 14 തുഞ്ചൻ ദിനം മലയാളത്തിലുള്ള ആളുകൾക്ക് അതൊക്കെ വരും. എയ്ഡ്സ് ദിനം വേണ്ട. ഭോപ്പാൽ വാതകം വേണ്ട. ശ്രീനിവാസ രാമാനുജൻ ഇതാണ് ഞാൻ പറഞ്ഞത്. രാമാനുജൻ ഡിസംബർ 22 രാമാനുജന്റെ ജന്മദിനം ആചരിക്കുന്നു. ഡിസംബർ 22 അത് ഗണിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. തമിഴ്നാട്ടിലെ ഈറോഡിൽ ജനിച്ച രാമാനുജൻ 33 വയസ്സ് വരെ മാത്രം ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം ലോക പ്രശസ്തനായി. 1729 എന്നാണ് രാമാനുജൻ സംഖ്യ. നമ്മളെ ഇപ്പോഴത്തെ LKG ക്ലാസ്സിന്റെ ചുമരിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. 1729. ഐസക് ന്യൂട്ടൻ, ഗലീലിയോ ഇതൊന്നും നമുക്ക് പ്രസക്തമല്ല. ആശാൻ ദിനം കുമാരനാശാനാണ് ഉദ്ദേശിക്കുന്നത്. കുമാരനാശാൻ ഇപ്പൊ ഒരു വിവാദത്തിലൊക്കെ ആയിരുന്നു. കുഷ്ഠദിനം നമുക്ക് വേണ്ട. തണ്ണീർത്തട സംരക്ഷണ ദിനം അതൊക്കെ ഓരോ ക്ലബുമായിട്ട് ബന്ധപ്പെട്ടാകുമ്പോ ഉണ്ടാവും, അല്ലെങ്കിൽ അതൊന്നും ചോദിക്കൂല. ദേശീയ ശാസ്ത്ര ദിനം, ഐൻസ്റ്റീൻ ദിനം, ലോക വനദിനം ഇതൊക്കെ ക്വിസ് മത്സരങ്ങൾ ചോദിക്കൂട്ടോ.
വനദിനം എന്നാണ്, ജലദിനം എന്നാണ്, ഇതൊക്കെ ഏതില് സബ് ജില്ലാ തലത്തിലുള്ള ക്വിസ് മത്സരങ്ങൾ ചോദിക്കും. ലോക ജലദിനം അങ്ങനെയൊക്കെ ചോദിക്കും. ഇനി സബ് ജില്ലാ മേളകൾക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അതിനുള്ള സമയമേ ഉള്ളൂ. സബ് ജില്ലാ മേളകളിൽ ആദ്യം നമുക്ക് ഏത് മേഖലയിലാണ് കഴിവുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾക്ക് റിഷാൻ മൈദുവ, ചില ആളുകൾക്ക് പിന്നെ ക്വിസ് മത്സരത്തിന് പങ്കെടുക്കാനാവും താല്പര്യം. അത്തരം ആളുകൾ ക്വിസ് മത്സരത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുകയും പത്രങ്ങളിൽ നിന്ന് വിവരങ്ങൾ എഴുതിയെടുക്കുകയും വേണം. ഞാൻ മത്സര പരീക്ഷയ്ക്ക് പഠിച്ചപ്പോൾ 4 നോട്ട് പുസ്തകം നിറയെ ഞാൻ എഴുതി വെച്ചിരുന്നു. വലിയ 4 നോട്ട് പുസ്തകം. അങ്ങനെ മത്സരത്തിന് പോയിരുന്നു ഞാനൊക്കെ. അപ്പൊ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് വലിയ പുസ്തകങ്ങൾ നിറയെ കറണ്ട് അഫയേഴ്സ് എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ചെങ്കില് നമുക്ക് പഠിക്കുള്ളൂ. അല്ലാതെ നമ്മളെ മനസ്സിൽ അപ്പൊ ഓർമ്മ ഉണ്ടാവും, പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. ചില ആളുകൾ കണ്ടില്ലേ, പരീക്ഷ ഹാളിൽ പോയിട്ട് ഇങ്ങനെ കൈ കുടയുന്നത് ഊന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കാര്യമില്ല. നമ്മൾ എഴുതി വെക്കണം, എന്നിട്ട് പഠിക്കണം ഓരോന്നും. പത്രത്തിൽ നിന്ന് നോക്കി മനസ്സിലാക്കണം. പത്രത്തിൽ നിന്ന് വാർത്ത എഴുതിയെടുക്കുന്ന ടെക്നോളജി ശരിക്കും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. നമ്മുടെ 4ാം ക്ലാസ്സിൽ പിന്നെ പത്രവാർത്ത അവിടെ ഓഫീസിന്റെ അവിടെ പ്രധാനപ്പെട്ട വാർത്തകള് നസ്ല ടീച്ചർ എഴുതിയിട്ടിരുന്നു. പക്ഷെ നമുക്കത് എഴുതിയെടുക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. നമുക്കതിന് താല്പര്യമില്ല. അപ്പൊ ഇനി 5ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോ ആരും എഴുതിയിട്ടൊന്നുമില്ല. അത് നമ്മൾ തന്നെ സ്വന്തം എഴുതി ഉണ്ടാക്കണം. അങ്ങനെയാണ് വലിയ കുട്ടികളാവുന്നത്. ചെറിയ കുട്ടികൾക്ക് വേണ്ടിയാണ് എഴുതി തരികയൊക്കെ ചെയ്യുക. ഇനി നമുക്ക് ആരും എഴുതി തരൂല. അപ്പൊ നമ്മൾ തന്നെ കണ്ടെത്തണം. കണ്ടെത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കണ്ടെത്താൻ കഴിയുന്ന മറ്റുള്ള ആളുകൾ, അതിന് സാവകാശം സമയമുള്ള മറ്റുള്ള ആളുകൾ കണ്ടെത്തി അവരങ്ങനെ ജയിച്ചു പോകും. നമ്മളപ്പോ അങ്ങനെ മേപ്പോട്ട് നോക്കി വിരളം കടിച്ചു നിൽക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്വയം കണ്ടെത്താനുള്ള സമയം വേണം. ഇനി ശാസ്ത്രമേള എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, പലതും ഉണ്ടാക്കലാണ്, പല മത്സരങ്ങൾക്കും പങ്കെടുക്കലാണ്. കഴിഞ്ഞ കൊല്ലം നമ്മൾ LP പങ്കെടുത്ത അതേ ഐറ്റം UP ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഐറ്റത്തിന് പങ്കെടുത്ത ആൾക്കാർക്ക് ഇനി ആ ഐറ്റത്തിൽ തന്നെ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സ്കൂൾ തലത്തിൽ മത്സരം സംഘടിപ്പിക്കും. എന്നിട്ടാണ് സബ് ജില്ലയിലേക്ക് കൊണ്ടുപോകുക. നമ്മളെ സ്കൂളത്തെ പോലെ കുറച്ച് കുട്ടികളാകുമ്പോൾ സ്കൂൾ തലത്തിൽ മത്സരം ഇല്ലാതെ നേരിട്ട് എടുക്കൂല. സ്കൂളിൽ മത്സരം സംഘടിപ്പിക്കും. എന്നിട്ട് അതിൽ ജയിച്ച ആളുകളെ സബ് ജില്ലയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ സെലക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മളവിടെ മത്സരിക്കണം. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് ഒന്നുകൂടെ നന്നായിട്ട് പഠിച്ച് അവിടെ അവതരിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ ടീച്ചേഴ്സിന്റെ ഒക്കെ സഹായത്തോടു കൂടെ ഒന്നുകൂടെ മെച്ചപ്പെടുത്തി ഉഷാറായിട്ട് അവതരിപ്പിക്കുകയാണ് വേണ്ടത്. സ്പോർട്സിൽ താല്പര്യമുള്ള ആളുകളോ, അവരെല്ലാ ദിവസവും ഓടി പഠിക്കുക തന്നെ വേണം. ഓടുതന്നെ വേണം. ചാട്ടത്തിന്റെ ആളുകൾ ചാടി പഠിക്കണം. ഇനി വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ പലതരത്തിൽപ്പെട്ട ഐറ്റംസ് വരും. ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ, ഷോട്ട് പുട്ട്, പിന്നെ പോൾ വാട്ട്, ഹർഡിൽസ്, റിലേ തന്നെ ഷട്ടിൽ റിലേ മാറും, റൗണ്ടിലുള്ള റിലേ ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് പഠിച്ച് മനസ്സിലാക്കാനുണ്ട്. പിന്നെ കലാമേളയും അതേപോലെ തന്നെ LP പോലെയല്ല, UPയിലേക്ക് എത്തുമ്പോഴും ഹൈസ്കൂളിലേക്ക് എത്തുമ്പോഴും ഒക്കെ ഒരുപാട് ഐറ്റംസ് അധികം വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കലാമേളയൊക്കെ പോയി കണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പിന്നെ ഒരു പഠനമൊക്കെ കഴിഞ്ഞ ഒരു ജോലിക്ക് പോകുമ്പോ അതില് ഇങ്ങനെ മത്സരത്തിൽ പങ്കെടുത്ത് ജയിച്ചാക്ക് കൂടുതൽ മാർക്ക്. ഇപ്പോ ഈ അടുത്ത് നമ്മളെ സ്കൂളിൽ ഇന്റർവ്യൂ നടന്നു. അതില് കുറെ ആളുകൾ നല്ല മാർക്കുള്ള ആളുകൾ തന്നെയാണ്. പക്ഷെ അവസാനം മുന്നിട്ട് വന്ന സബ് ജില്ലാ തലത്തില് ഫസ്റ്റ് റാങ്ക് നേടിയ ആൾക്കാർ. കാരണം അവർക്ക് അതിന് ഗ്രേസ് മാർക്ക് ഉണ്ട്. അത് ഇവിടെ മാത്രമല്ല, എവിടെയും ജോലിക്ക് മറ്റുള്ള പല സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പഠനത്തോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാളും പ്രാധാന്യപ്പെട്ടതാണ് നമ്മൾ മത്സരങ്ങളിൽ പങ്കെടുക്കുക. പഠനത്തോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുക. അതിനേക്കാളും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞേട്ടാ. അപ്പൊ അതുകൊണ്ട് ആ വിഷയം നമ്മൾ എന്ത് ചെയ്യണം? കാര്യമായിട്ട് തന്നെ പരിഗണിക്കണം. ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ ഊന്നി പിടിച്ചു നിൽക്കണം മത്സരത്തിന് വേണ്ടി.
ഹൈസ്കൂൾ പ്ലസ് ടു ഒക്കെ എത്തുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. അതിലൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഇനി ഭാവിയെ കുറിച്ച് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ AI ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ChatGPT, ജെമിനി കൈപ്പെട്ടതാണ്. അപ്പോ അങ്ങനെയുള്ള സംഗതികളിൽ കുറച്ചും കൂടെ നമ്മൾ പഠിക്കേണ്ടി വരും. IT മേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് മനസ്സിലാക്കണം. ഇനി ക്ലബുകളെ കുറിച്ച് പറയാനുണ്ട്. ക്ലബുകൾ നമുക്ക് ഇഷ്ടമുള്ള ക്ലബിൽ പങ്കെടുക്കാം. പിന്നെ എനിക്കതിൽ പറയാനുള്ള ആൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ ഈ പോലീസിലേക്കും പട്ടാളത്തിലേക്കും താല്പര്യമുള്ള ആളുകളൊക്കെ പ്രത്യേകിച്ചും NCC എന്ന് പറഞ്ഞൊരു ക്ലബ് ഉണ്ടാകും. NCC, നാഷണൽ കാഡറ്റ് ക്രോപ്സ് എന്ന് പറഞ്ഞു, അതിൽ ചേരാൻ പറ്റും. പിന്നെ റെഡ് ക്രോസ് എന്നിട്ട് വേറൊന്നുണ്ടോ, പെൺകുട്ടികളാണ് കാര്യമായിട്ട് ഇതിൽ ചേരുന്നത്. ആൺകുട്ടികൾക്കും ചേരാനൊക്കെ പറ്റും. റെഡ് ക്രോസ് വളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ള യൂണിഫോം ഇട്ട് അതിലും ചേരാൻ പറ്റും. പിന്നെ പല ക്ലബുകളും ഉണ്ടാവും, ഷാൻസ് ക്ലബ്, ക്ലബ്ബൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ രണ്ട് ക്ലബുകൾക്ക് കുറച്ചും കൂടെ ഉയർന്ന സാധ്യത ഉണ്ട്. അപ്പൊ കഴിവുള്ള ആളുകൾ അതിലൊക്കെ ഒന്ന് ചേർന്ന് മത്സരങ്ങളൊക്കെ പങ്കെടുക്കുക. ഇതോടുകൂടെ ഞാനിവിടെ നിർത്താം. ഇനി എല്ലാവരും ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ പോസ്റ്ററൊക്കെ അയച്ചു തരണം. ഞങ്ങൾക്കാണ് ഫസ്റ്റ് കിട്ടിയതെന്ന് പറഞ്ഞു. എല്ലാ വർഷവും മറ്റു സ്കൂളുകളിൽ പോയി മത്സരിക്കുമ്പോൾ പുള്ളിലങ്ങാടിത്തെ കുട്ടികൾക്കാണ് ഫസ്റ്റ് കിട്ടല്. അതിന്റെ കാരണം ഇങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ അവർ അക്ഷരം പതി സ്വീകരിച്ച് നന്നായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. സാറേ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സാറേ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു.